ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, മംഗളവാർത്ത കാലത്തിൻ്റെ 2ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഗബ്രിയേൽ ദൂതനിലൂടെ സഖറിയായിക്കും എലിസബത്തിനുമുണ്ടായ മംഗളവാർത്തയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഈ വാരത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പരിശുദ്ധ മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ തന്നെ മംഗളവാർത്ത അറിയിക്കുന്ന സംഭവമാണ് വായിച്ചു കേൾക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ ദൂതൻ ഗബ്രിയേലാണ് ഈ മംഗളവാർത്തകളൊക്കെ അറിയിക്കുന്നത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ മംഗളവാർത്തയുടെ അറിയിപ്പ് വിവരിക്കുന്ന സുവിശേഷത്തിലുള്ളത്. ഈ വചനഭാഗത്ത് ഒരുപാട് ചിന്തകൾ ധ്യാനിക്കാനുണ്ട്. എന്നിരുന്നാലും 1-2 ചിന്തകൾ മാത്രം നമുക്ക് ധ്യാനാത്മകമാക്കാം. അതായത്, ഇവിടെ മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിതവും അതിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ അതിസ്വാഭാവികമായ ഇടപെടലിൻ്റെയും ഒരു സമ്മിളിതമായ പ്രസ്താവ്യമാണ് ഈ തിരുവചന ഭാഗത്ത് അന്തർലീനമായി കിടക്കുന്നത്. മറിയം ഒരു സാധാരണ സ്ത്രീയാണ്. അവളുടെ പ്രത്യേകത അവൾ വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു എന്നുള്ളതായിരുന്നു. അത് അവളുടെ സ്വാഭാവിക പ്രവണത അല്ലെങ്കിൽ സ്വാഭാവികമായുള്ള ജീവിതത്തിൻ്റെ ഭാഗം. എന്നാൽ അവളിലൊരു അതിസ്വാഭാവികതയുടെ നമ്മൾ കണ്ടെത്തുകയാണ് ഈ വചനഭാഗത്തിൽ. അതാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവളോട് പറയുന്നത്: നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നോക്കുക, ദൈവത്തിൻ്റെ ദൂതൻ തന്നെ വന്ന് ഒരു വ്യക്തിയോട് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സൗഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത്. ഒരുപക്ഷെ മറിയത്തിന് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ദൈവസന്നിധിയിൽ സ്വീകാര്യയാക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ വലിയ പ്രകടനമാണ്. ഇവിടെയാണ് മാനുഷിക ഭാവവും ദൈവിക ഭാവവും സമ്മിളിതമാകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. മറിയം ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു എങ്കിൽ ആ സാധാരണ പെൺകുട്ടിയുടെ ജീവിത ശൈലിയിൽ നിന്നും അസാധാരണത്വത്തിലേക്ക്, അതിസ്വാഭാവികതയിലേക്ക് ദൈവം അവളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അവിടെ അതിന് കാരണവും കൂടി പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്തായിരിക്കാം ഈ ദൈവസന്നിധിയിലുള്ള കൃപ കണ്ടെത്തലിന് നിദാനമായി നിലകൊള്ളുന്ന കാര്യം? മറിയത്തെക്കുറിച്ച്, മറിയത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചോ ശൈശവത്തെക്കുറിച്ചോ ഒന്നും സുവിശേഷങ്ങളിൽ ഒന്നും വ്യക്തമായി പറയുന്നില്ല. പക്ഷേ അപ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് മറിയം തൻ്റെ മാതാപിതാക്കളായ യോവാക്കീമിനോടും അന്നയോടും ചേർന്ന് നിന്നുകൊണ്ട് ആത്മീയമായി മാതാപിതാക്കൾക്ക് വിധേയയായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സംപ്രീതിയിൽ, അനുസരണത്തിൽ മാതാപിതാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുക. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം മാതാപിതാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മീയ വഴികളിലൂടെ സഞ്ചരിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചതുകൊണ്ടായിരിക്കാം അവൾക്ക് ഈ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാനുള്ള വലിയ ഒരു സൗഭാഗ്യം ലഭിച്ചത്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ
പ്രത്യേകിച്ചും മറിയത്തിൻ്റെ ഈ ജീവിത ശൈലി വലിയ ഒരു വെളിച്ചമാണ് പകർന്നു നൽകുന്നത്. അതായത് ഇന്ന് മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുടെ ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ മറിയം നൽകുന്ന വലിയ ഒരു ജീവിത മാതൃക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ കൃപ കണ്ടെത്തി ജീവിക്കണം എന്ന് തന്നെയാണ്. ഗബ്രിയേൽ അതുകൊണ്ട് വെളിപ്പെടുത്തുന്ന ആദ്യത്തെ സത്യവും മറിയത്തോട് പറയുന്നത് അതുതന്നെയാണ്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നോക്കുക, നമ്മളൊക്കെ ഈ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാനായിട്ട് വിളിക്കപ്പെടുന്നവരാണ്. പക്ഷെ നമുക്കൊക്കെ ആ കൃപയിൽ വളരാനായിട്ടോ ആ കൃപ സ്വീകാര്യമായ രീതിയിൽ അനുഭവിക്കുവാനോ ഒക്കെ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. മറിയം പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതകാലം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മുന്നോട്ട് നീങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നുവെങ്കിൽ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുവാൻ അവളെ ദൈവം പര്യാപ്തയാക്കി തീർക്കുകയാണ്. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൂതനിലൂടെ ദൈവം ഇടപെടുന്നത്. മറിയത്തോട് ഏതാനും കാര്യങ്ങൾ ദൂതൻ ഇവിടെ പറയുന്നുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുമ്പോൾ മറിയത്തിനത് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ മനസ്സിലായില്ലായിരിക്കാം. അതുകൊണ്ടാണ് മറിയം അസ്വസ്ഥയാകുന്നത്. അപ്പോൾ ദൂതൻ വീണ്ടും പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ മറിയത്തിനൊരു ധൈര്യം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ മറിയത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ മറിയം മാനുഷികമായി ചിന്തിക്കുമ്പോൾ അവിടെ ദൈവികമായ ഭാവത്തിലേക്ക് ദൂതൻ മറിയത്തെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അവളുടെ ഭയപ്പാടും അസ്വസ്ഥതയെല്ലാം മാറ്റത്തക്ക രീതിയിലുള്ള വലിയ ഒരു ഉൾവെളിച്ചം അവൾക്ക് ദൂതൻ പകർന്നു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി എന്ന് അർത്ഥമുള്ള ഗബ്രിയേൽ ദൈവത്തിൻ്റെ ആ ശക്തി മുഴുവനും അവളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അങ്ങനെ അവൾ അത് ബോധ്യപ്പെടുവാനായിട്ട് ദൂതൻ പരിശ്രമിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ മറിയം ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മറിയത്തിൻ്റെ മറ്റൊരു മാനുഷിക ഭാവമാണിത്. പുരുഷനെ അറിയാതെ ഒരാൾ ഗർഭവതിയാകുക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്, അല്ലെങ്കിൽ മനുഷ്യന് ചിന്തിക്കാവുന്ന കാര്യമല്ല. മറിയം അത്തരത്തിൽ ഒരു സ്വാഭാവിക ഗർഭധാരണത്തെക്കുറിച്ചായിരിക്കാം ചിന്തിച്ചത്. അതിനവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ ശക്തമായ രീതിയിൽ അവിടെ നടക്കുവാൻ കാരണമായി തീരുന്നു എന്ന് ദൂതൻ പറയുന്നത്. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതെ, നീ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് ദൈവത്തിൻ്റെ ശക്തി. ആ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമ്പോൾ നീ അസാധ്യം എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ദൈവം സാധ്യമാക്കി തരും. പ്രിയമുള്ളവരെ, എത്രയോ ശ്രേഷ്ഠമായ ഒരു പ്രഖ്യാപനമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അസാധ്യമായ ഒരുപാട് മേഖലകളുണ്ട്. ഈ മേഖലകളിലൊക്കെ നമ്മെ പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുമ്പോൾ എല്ലാം സാധ്യമായി കിട്ടും എന്ന വലിയ ഒരു ഉറപ്പ് ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ്. അതുവരെ ലോകത്തിലുണ്ടായിരുന്ന എല്ലാ ചിന്താധാരകളെയും, ഗർഭധാരണത്തെക്കുറിച്ചുള്ള ചിന്താധാരകളെയും മറികടന്ന് ഒരു വലിയ വെളിപ്പെടുത്തൽ ഇവിടെ നടത്തപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുമ്പോൾ മനുഷ്യൻ അസാധ്യം എന്ന് കരുതുന്ന പല മേഖലകളും സാധ്യമായി തീരുന്ന അനുഭവത്തിലേക്ക് നാം കൈപിടിച്ച് ഉയർത്തപ്പെടും എന്നത് ഒരു വലിയ ദൈവിക സത്യമായിട്ട് ഈ വചനം വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറിയത്തെ പോലെ ചിന്തിക്കുന്ന അനുഭവമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനിലൂടെ, ദൈവികമായ കാഴ്ചപ്പാടിലൂടെ, വെളിപ്പെടുത്തലിലൂടെ നമുക്ക് ആ ദൈവിക സന്നിധിയിലേക്ക് ഉയരുവാനായിട്ട്, ദൈവത്തിൻ്റെ അസാധ്യമെന്ന് പറയുന്ന
നമ്മുടെ മേഖലകളെ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ സാധ്യമായി തീരുന്ന ആ ഒരു വലിയ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മറിയം അവസാനം പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെയാണ് മാനുഷിക ഭാവവും ദൈവിക ഭാവവും സമ്മിളിതമാകുന്നതിൻ്റെ പൂർണ്ണത സംഭവിക്കുന്നത്. മറിയം പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അതെ, മനുഷ്യൻ ദൈവികമായ ഭാവത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അവനുണ്ടാകുന്ന ഒരു വലിയ എളിമയുടെ മനോഭാവമാണിത്. അല്ലാത്ത ആളുകളാണ് ദൈവത്തെ കണ്ടുമുട്ടുവാനോ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാനോ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുവാനോ കഴിയാത്ത ആളുകളാണ് ഈ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകുന്നവർ. അതേസമയം മറിയത്തെ പോലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വ്യക്തമായി ബോധ്യപ്പെടുകയും അതിനോട് ചേർന്ന് സഹകരിക്കുകയും ദൈവമാണ് എൻ്റെ സർവസ്വവും എന്ന് ഹൃദയത്തിലും ജീവിതത്തിലുമൊക്കെ ഏറ്റുപറയുകയും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇപ്രകാരം നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള എളിമയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറിയത്തിൻ്റെ സ്വാഭാവികത നമ്മളിലുമൊക്കെ ഉണ്ട്. ഈ സ്വാഭാവിക ജീവിത തലത്തിൽ നിന്നും അതിസ്വാഭാവികമായ ദൈവിക തലത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ നമുക്കൊക്കെ ആഗ്രഹിക്കാം. അതിന് എളിമയുടെ പര്യായമായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. മറിയത്തെ പോലെ നമുക്കൊക്കെ പറയാൻ കഴിയട്ടെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ.